പുതിയൊരു വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന കാര്യമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നത്. പലപ്പോഴും വലിയ പ്ലാനിങ്ങോടുകൂടി തുടങ്ങുമെങ്കിലും മിക്കവാറും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് പലരുടെയും പതിവ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാന കാരണം നമ്മൾ പുറമേയുള്ള പ്രവൃത്തികൾക്ക്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നതാണ്. എന്നാൽ യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ എനർജിയെ, വൈബ്രേഷൻസിനെ നമ്മുടെ ലക്ഷ്യങ്ങളുടെ, ഗോൾസിന്റെ എനർജിയുമായി അലൈൻ ചെയ്യുമ്പോഴാണ്, യോജിപ്പിക്കുമ്പോഴാണ്. നമ്മുടെ പ്രപഞ്ചവും അതിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഉൾപ്പെടെ സത്യത്തിൽ എനർജിയാണ്. അതൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഉയർന്ന വൈബ്രേഷനിൽ ചലിക്കുന്നവയുണ്ട്, അതുപോലെ താഴ്ന്ന വൈബ്രേഷനിൽ ചലിക്കുന്നവയുമുണ്ട്. ലവ്, ആനന്ദം, നന്ദി, പ്രകാശനം എന്നിവ ഹൈ വൈബ്രേഷനിൽ ഉള്ളവയും ഭയം, സംശയം, ദേഷ്യം എന്നിവ ലോ വൈബ്രേഷനിൽ ഉള്ളവയുമാണ്. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഭയത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, നമ്മുടെ കുറവുകളുടെ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ഇവയെല്ലാം ലോ വൈബ്രേഷൻസ് അഥവാ താഴ്ന്ന പ്രകമ്പനമുള്ള പ്രവൃത്തികളാണ്. അവ നമ്മുടെ പുതിയ തീരുമാനങ്ങളുമായി പലപ്പോഴും യോജിച്ചു പോകുന്നവയല്ല. അതുകൊണ്ട് ഈ ഒരു വർഷം പുതിയ തീരുമാനങ്ങളെ എടുക്കുന്നതിനോടൊപ്പം തന്നെ നാച്ചുറലായി, സ്വാഭാവികമായി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറാം. അത് തുടങ്ങുന്നത് നമ്മുടെ വൈബ്രേഷൻസിനെ ഉയർത്തിക്കൊണ്ടാണ്, ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. ട്രഡീഷണലായ രീതിയിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ, ഉദാഹരണമായി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് വെയിറ്റ് ഈ വർഷം കുറയ്ക്കണമെന്നായിരിക്കും. അതിനു പകരമായി ഇങ്ങനെ എടുക്കാം: ഈ ഒരു വർഷം എനിക്ക് കൂടുതൽ വൈബ്രന്റും ഊർജ്ജസ്വലതയും ഹെൽത്തിയുമായി അനുഭവപ്പെടണം. എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം എന്നതിനു പകരം ഞാൻ സമൃദ്ധിയിലേക്കും സക്സസിലേക്കും നയിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഓപ്പൺ ആണ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായി നമ്മുടെ വൈബ്രേഷൻസിനെ ഉയർത്താമെന്ന് നോക്കാം. ഒന്നാമതായി, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. കഴിഞ്ഞൊരു വർഷം എനിക്ക് നന്ദിയുളവാക്കുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മുടെ ശ്രദ്ധയെ കുറവുകളിൽ നിന്നും സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. എനിക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നന്ദി കാണിക്കുമ്പോൾ സമാനമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായി വന്നു ചേരുന്നുവെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, പുതിയ തീരുമാനങ്ങളെ ദിവസവും വിഷ്വലൈസ് ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിനെയും എനർജിയെയും നമ്മുടെ ഗോൾസുമായി അലൈൻ ചെയ്യുന്നു. നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ വൈബ്രേഷൻസ് റേസ് ആകുന്നു. അതുകൊണ്ട് ദിവസവും 5 മിനിറ്റെങ്കിലും എടുത്ത് നമ്മുടെ സ്വപ്നങ്ങളെ ഡീറ്റെയിൽഡായി വിഷ്വലൈസ് ചെയ്യാം. അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ, ഞാൻ എന്തെല്ലാം കേൾക്കുന്നു, എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നിവയെല്ലാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ചിത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളും ഉൾപ്പെടുന്ന വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യും. 3, നമ്മുടെ ഡ്രീം ലൈഫിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നിശബ്ദമാക്കി ഹയർ സെൽഫുമായി കണക്ട് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇത് ഹയർ വൈബ്രേഷൻസിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിനായി സ്വസ്ഥമായിരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായകരമായ അഫർമേഷൻസ് അല്ലെങ്കിൽ വാക്യങ്ങൾ ആവർത്തിക്കാം. ഇതിനായി സഹായിക്കുന്ന ഒരു ഗൈഡഡ് മെഡിറ്റേഷന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ചേർക്കുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് ദിവസവും കേൾക്കുന്നതും സഹായകരമായിരിക്കും. 4, കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ എനർജിയിൽ ശ്രദ്ധ കൊടുക്കാം. ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കൂടുതൽ ഇൻസ്പയർഡായ, ഇഫക്റ്റീവായ ആക്ഷൻസ് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തിരക്ക് കൂട്ടി ലോ എനർജിയുടെ അവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ബർൺഔട്ടിന് മാത്രമേ കാരണമാവുകയുള്ളൂ. വിജയത്തിലേക്ക് അത് നയിക്കുകയില്ല. അതിനായി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കാം. ഹോബീസോ, എക്സസൈസോ, പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതോ, പ്രകൃതിയിലൂടെ നടക്കുന്നതോ മറ്റും. വിശ്രമം ആവശ്യമാണ്. ഹൈ എനർജി ഉണ്ടാകുന്നത് പരിശ്രമവും വിശ്രമവും ബാലൻസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൈ വൈബ്രേഷൻസ് നിലനിർത്തുവാൻ, ഉദാഹരണമായി എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുവാൻ ശ്രമിക്കാം.
ഇൻസ്പൈറേഷൻ കൂടാതെയുള്ള മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കഠിനാധ്വാനം കാര്യമായ ഗുണം ചെയ്യുന്നതല്ല. 5. ലോ വൈബ്രേഷൻ ഹാബിറ്റ്സ് പരമാവധി കുറയ്ക്കുന്നത്. ലോ വൈബ്രേഷൻ ഹാബിറ്റ്സ് ആയ നെഗറ്റീവ് സെൽഫ് ടോക്ക്, ടോക്സിക്കായ ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നിങ്ങനെയുള്ളവ നമ്മുടെ ഊർജത്തെ താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പ്രയാസകരമാക്കി മാറ്റും. നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ മറക്കരുത്. ഹെൽത്തിയായ ആഹാരം കഴിക്കുന്നതും ശരീരചലനങ്ങളിൽ ഏർപ്പെടുന്നതും സഹായകരമായിരിക്കും. 6. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പെരുമാറുക. ഇത് ആ ഒരു എനർജിയെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടു നടക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി നമ്മുടെ എനർജിയെ അലൈൻ ചെയ്യുവാനും സഹായകരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ ഫ്യൂച്ചർ വെർഷൻ പോലെ, നിങ്ങളുടെ ഭാവി നിങ്ങളെ പോലെ ആകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി സ്വയം ചോദിക്കാം, ഞാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യം അച്ചീവ് ചെയ്ത ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന്. അതിൻ്റെ ഉത്തരങ്ങൾക്കനുസൃതമായി പെരുമാറാൻ ശ്രമിക്കാം. 7. ചെറിയ ഹൈ വൈബ്രേഷൻ പ്രവൃത്തികളിൽ ദിവസവും ഏർപ്പെടുന്നത്. ശരിയായ എനർജിയോടുകൂടെ എടുക്കുന്ന ചെറിയ ചുവടുകൾ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. ചെറിയ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് മോട്ടിവേഷൻ കൂടാൻ സഹായിക്കും. ഉദാഹരണമായി, ഒരു പുസ്തകം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു പാരഗ്രാഫെങ്കിലും ദിവസവും എഴുതുമെന്ന് തീരുമാനമെടുക്കുന്നത് പോലെ. ഇങ്ങനെയുള്ള ഹൈ വൈബ്രേഷനിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ വൈബ്രേഷൻ ഉയർത്തുന്നതിൽ മാത്രം നിന്നു പോകാതെ അതിനെ തുടർന്നുള്ള ആക്ഷൻസ് എടുക്കുന്നതിനും ശ്രമിക്കേണ്ടതാണ്. ന്യൂ ഇയർ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാത്രമല്ല, മറിച്ച് അതിന് യോജിച്ച ഒരു വ്യക്തിയായി മാറുന്നതിനുമാണ്. നിങ്ങൾ ഈ പുതിയ വർഷത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഏതെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വർഷത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.